ഈ നവംബറിൽ മിഡ് ടേം ഇലക്ഷൻ നടക്കുന്നു. കോൺഗ്രസിലേക്ക് 2 വർഷമാണ് കാലാവധി, കോൺഗ്രസ് അംഗങ്ങളുടെ കാലാവധി. അപ്പം എല്ലാ 2 വർഷവും ഇലക്ഷൻ നടക്കുന്നു. പ്രസിഡൻറ്റിന് 4 വർഷമായതിനാൽ പ്രസിഡന്റ് ഭരിക്കുന്നതിൻ്റെ പിന്നെ മധ്യത്തിൽ വെച്ച് നടക്കുന്നതിനാൽ ഇത് മിഡ് ടേം ഇലക്ഷൻ. അപ്പോൾ ഈ മിഡ് ടേം ഇലക്ഷനിൽ ആണ് പ്രസിഡൻറ്റിൻ്റെ പോപ്പുലാരിറ്റി, ജനകീയത എത്രയുണ്ടെന്ന് അറിയുന്നത്. മിക്കവാറും എല്ലാം മിഡ് ടേം ഇലക്ഷനിലും ഭരിക്കുന്ന പ്രസിഡൻറ്റിൻ്റെ പാർട്ടി പരാജയപ്പെടുന്നതാണ് കാണുന്നത്. കാരണം ഭരിച്ചുകൊണ്ടിരിക്കുമ്പം ജനപ്രീതി അത്ര ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും ഈ പ്രസിഡൻറ്റ് ട്രംപിനെ അനുകൂലിക്കുന്നവരും അല്ല റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഈ മിഡ് ടേം ഇലക്ഷനിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കോട്ടമുണ്ടാകും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴുള്ള പ്രവചനങ്ങളും റിപ്പോർട്ടുകളും എല്ലാം കാണുന്നത്. അപ്പോൾ ഇപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഈ ഇമിഗ്രേഷൻ പരിപാടികളും എല്ലാം നല്ലൊരു പങ്ക് അമേരിക്കക്കാരെ അലോസരപ്പെടുത്തുന്നു. റിപ്പബ്ലിക്കൻകാരൊഴിച്ച് മറ്റുള്ളവർ ഈ ഇമിഗ്രേഷൻ നിയമം നടപ്പിലാക്കണം, പക്ഷേ ഈ രീതിയിലല്ല നടപ്പാക്കേണ്ടത്. അത് മനുഷ്യത്വപരമായും മാനുഷികമായും ഒക്കെയാണ് നടപ്പാക്കേണ്ടിയിരിക്കുന്നത്. ഇതിപ്പം ഈ മൃഗങ്ങളെ മറ്റു മൃഗങ്ങൾ വേട്ടയാടുന്ന പോലെ ഓടിച്ചിട്ട് പിടികൂടുന്ന ഒരു സംവിധാനം, ഒരു രീതി. അതുപോലെ തന്നെ അമേരിക്കൻ പൗരന്മാരെ ഉപദ്രവിക്കുന്നു, 2 പേര് വെടിയേറ്റ് കൊല്ലപ്പെടുകയും ചെയ്തു. അതൊക്കെ ആളുകളെയെല്ലാം അലോസരപ്പെടുത്തുന്നു. ചിന്തിക്കുന്ന മനുഷ്യരും അതുപോലെ തന്നെ മനുഷ്യത്വം മറവിച്ചിട്ടില്ലാത്ത ആളുകളും. നമ്മുടെ മലയാളികൾ നല്ലൊരു പങ്ക് ഇതിനെയൊക്കെ അനുകൂലിക്കുന്ന ആളുകളാണെന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. എന്തായാലും അവരൊന്നും ഇനി ഈ പരിപാടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം മിഡ് ടേം ഇലക്ഷനിൽ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി പിന്നോക്കം പോകുന്നുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് നിരീക്ഷകർ പറയുന്നത്. അപ്പോഴാണ് ഈ ആഡം ഷിഫ് കോൺഗ്രസ്മാൻ, കാലിഫോർണിയയിൽ നിന്നുള്ള കോൺഗ്രസ്മാൻ, അദ്ദേഹം ആണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഈ ഒരു വക്താവായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ തവണ ഈ പ്രസിഡന്റ് ട്രംപിനെതിരെ ഈ റഷ്യ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു. അങ്ങനെയാണ് ട്രംപ് പ്രസിഡന്റ് ആയെന്നും പറഞ്ഞ് 2014 പ്രസിഡന്റ് ആയെന്നും പറഞ്ഞ് 2016 അന്ന് അതിന് ഏറ്റവും അധികം ശക്തമായ നിലപാടുമായിട്ട് രംഗത്ത് വന്ന അദ്ദേഹമായിരുന്നു ഏറ്റവും അധികം. അപ്പോൾ ആ ഷിഫ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഈ മിഡ് ടേം ഇലക്ഷൻ നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നടന്നാൽ തന്നെ അത് ഏതെങ്കിലും രീതിയിൽ പ്രസിഡന്റ് ട്രംപ് അട്ടിമറിക്കും. കാരണം അത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അനുകൂലമായിട്ടല്ല ഇലക്ഷൻ വരുന്നതെങ്കിൽ അങ്ങനെയാണ് സാധ്യത. നഗരങ്ങളിലേക്ക് പട്ടാളത്തെ അയക്കുകയോ, അങ്ങനെ ആളുകളെ പേടിപ്പിച്ച് ആളുകൾ വോട്ട് ചെയ്യാൻ പോകാതിരിക്കുകയോ, അങ്ങനെ പല രീതിയിൽ ആ ഇലക്ഷൻ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവും. എന്ന് മാത്രമല്ല 2028 അടുത്ത പ്രസിഡന്റ് ഇലക്ഷൻ ആ ഇലക്ഷനേ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലും ചില ആളുകൾ പറഞ്ഞു നടക്കുന്നു. അപ്പോൾ ഇതൊരു കോൺസ്പിറസി തിയറി ആയിരിക്കാം, പക്ഷേ എന്നാൽ കൂടി ആളുകൾ അത് ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല നേരത്തെ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ഇനിയൊരു ഇലക്ഷൻ വേണ്ടി വരില്ല എന്നുള്ള രീതിയിൽ പ്രസിഡന്റ് സംസാരിച്ചത് അന്ന് നമ്മൾ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് അന്ന് നമുക്ക് അന്നെന്താണെന്ന് മനസ്സിലായില്ല കാര്യത്തെപ്പറ്റി. അത് വിശദീകരണം ഉണ്ടാവുകയും ചെയ്തില്ല. അപ്പോൾ ഇതും അതുപോലൊരു കോൺസ്പിറസി തിയറി എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയല്ലാതെ ഈ ഇലക്ഷൻ മാറ്റാനോ മറിക്കാനോ ഒന്നും സാമാന്യ നിലയിൽ പ്രസിഡന്റിന് കഴിയില്ല. അപ്പോൾ ഇതിനൊരു കാരണമായിട്ട് അവർ പറയുന്നത് ഈ ഇലക്ഷൻ നടത്തുന്നത് അത് ഫെഡറൽ ചുമതലയാക്കി മാറ്റണമെന്ന് പ്രസിഡന്റ് ഒരു നിർദ്ദേശം വയ്ക്കുകയുണ്ടായി. ഇപ്പോൾ കൗണ്ടികളും ഈ പ്രാദേശിക തലത്തിലാണ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു. അത് നിർദ്ദേശമൊന്നും ആയിട്ടില്ല. അതിനു പുറമേ നേരത്തെ തന്നെ ബൈഡൻ്റെ കാലത്താണെങ്കിലും ഇലക്ഷൻ്റെ ഡേറ്റുകളെല്ലാം ഒരേപോലെ ആയിരിക്കണം. ഈ അപേക്ഷ സമർപ്പിക്കാനും അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒക്കെ ഉള്ള ഒരേ സമയത്ത് എല്ലായിടത്തും ഒരേ സമയത്തായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അന്നും ഉത്തരവുകൾ വരികയുണ്ടായി. അന്നൊന്നും ഇല്ലാത്ത ഒരു കാര്യം ഈ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഉണ്ടാവേണ്ട കാര്യമില്ല. എന്തായാലും ഈ കോൺസ്പിറസി തിയറി വിശ്വസിക്കുന്ന ആളുകൾക്ക് പറയാനായിട്ട് മറ്റൊരു കാര്യമായിട്ട് അത് മാറിയിരിക്കുന്നു എന്ന് മാത്രം. അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് നമ്മൾ കരുതേണ്ടതുമില്ല.